പുറത്തോട്ടേക്കാൻ നോക്കി. പുറത്തോട്ട് ഓടാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടിച്ചപ്പോഴേ വീണു. ഇവിടെ വീണു. ഒരു പക്ഷെ ചിലപ്പോ ദൈവം ബാക്കി വെച്ചത്, കൊല്ലാതെ ദൈവം ബാക്കി ആ ഉമ്മാനെ വെച്ചത് ഒരു പക്ഷെ ചിലപ്പോ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവിന് വേണ്ടിയിട്ടായിരിക്കാം. ഒരു വലിയൊരു, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു രഹസ്യം ഈ ഒരു. നമസ്കാരം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് അഫാൻ, വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതിയായിട്ടുള്ള അഫാനെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തുകയാണല്ലോ പോലീസ് എന്ന് രാവിലെ തൊട്ട് ന്യൂസ് ചാനൽസ് കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ അറിയോ? ആ ഉമ്മയ്ക്ക് ബോധം വന്നു തോന്നുന്നു. ഷെമി എന്ന് പറഞ്ഞിട്ടുള്ള അഫാൻ്റെ അമ്മയ്ക്ക് ബോധം വന്നു മാത്രമല്ല അവർ ICU റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി അവരുടെ മൊഴിക്കനുസരിച്ചിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. കാരണം പോലീസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ മൊഴിയാണ്. അപ്പോൾ ആദ്യം അവർ ചെറുതായിട്ട് ബോധം വന്നപ്പോൾ തന്നെ അവർക്ക് സംസാരിക്കാൻ മര്യാദയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ബോധം വന്നപ്പോൾ തന്നെ അവർ ചോദിച്ചിരുന്നത് അവരുടെ ഇളയ കുട്ടി എവിടെയാണെന്നുള്ള, രണ്ടാമത്തെ മോൻ എവിടെയാണെന്നുള്ള ചോദിച്ചിരുന്നത്. കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യമാണ് അവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ന്യൂസിലൂടെ, കഴിഞ്ഞ ദിവസം ഇവരോട് ഷെമി എന്ന് പറഞ്ഞിട്ടുള്ള മാതാവിനോട് പോലീസ് കാര്യം പറഞ്ഞു. അതായത് അവരുടെ മൂത്ത മകൻ രണ്ടാമത്തെ മകനോട് കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞു. ഒരുപാട് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതൊക്കെ ന്യൂസിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു അമ്മയെ സംബന്ധിച്ച് മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമ്മമാർ അങ്ങനെയാണ് പൊതുവേ. കാരണം പിന്നെയും പറഞ്ഞ് നേരെയാക്കാലോ. കാരണം ഒരു അമ്മയാണ്, അമ്മയുടെ ഒരു ഇതാണ്. പക്ഷെ ഇതിനപ്പുറം ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? അപ്പോൾ ഒരു മകൻ തൻ്റെ രണ്ടാമത്തെ ഏറ്റവും ഇളയ കുട്ടിയായിട്ടുള്ള അതിനെ കൊന്നു, ബാക്കിയുള്ളവരെയൊക്കെ കൊന്നു എന്നുള്ള വിവരം കംപ്ലീറ്റ് ഈ അമ്മ അറിഞ്ഞിട്ടും ഇപ്പോഴും ആ ഉമ്മ ഇപ്പോഴും ഇവനെ കാണണം എന്നാണ് പറയുന്നത്, അഫാനെ കാണണം എന്നുള്ളത്. വേറെ അഫാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇവൻ്റെ ഉമ്മ വരുത്തി വെച്ചിട്ടുള്ള ഉമ്മയുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൊണ്ട് വരുത്തി വെച്ചിട്ടുള്ള കടങ്ങൾ 70 ലക്ഷത്തോളം കടം കാരണമാണ് ഇവൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കടം വരാനുള്ള കംപ്ലീറ്റ് റീസൺ ഇവൻ്റെ ഉമ്മയാണെന്നുള്ളതാണ് ഇവൻ കംപ്ലീറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അവിടെ അമ്മ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ അമ്മയുടെ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ശരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മമാരുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഓരോരുത്തരോടൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ശരിയാണ്, മക്കൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മമാർ സ്വാഭാവികമായിട്ടും നേരെയാക്കാൻ പറ്റുമോ നോക്കും. പക്ഷെ ഇത്ര അധികം ഒരു ഹീനിയസ് ക്രൈം സ്വന്തം മകൻ ചെയ്തിട്ട് പിന്നെയും ന്യായീകരിക്കേണ്ട സിറ്റുവേഷൻ ചെയ്യുമോ? അതായത് മറ്റൊരു മകനെയും കൂടി കൊലപ്പെടുത്തി, പിന്നെ അമ്മാവനെ കൊലപ്പെടുത്തി. കാരണം അത്രയും ക്രൂരനായിട്ടുള്ള ഒരുത്തൻ. ഇനി അവനെ എന്തിനു ന്യായീകരിക്കണം ഈ അമ്മ? പലരും സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ടുള്ള കമൻസ് കണ്ടു ഈ അമ്മേനെ പറ്റിയിട്ട്. അവരൊരു ക്യാൻസർ സർവൈവർ ആണെന്ന് അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല വേറെ, അതായത് ഈ അമ്മയ്ക്ക് വേറെ വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഉണ്ട്. ദയവേത് അങ്ങനത്തെ രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊന്നും ദയവേത് ചെയ്യാതിരിക്കുക, അല്ലേ? കാരണം എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ സത്യാവസ്ഥ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ സമയത്ത് അവൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത്. ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യത്തിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ദയവേത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ബീയിങ് എ മദർ, ഒരമ്മ, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നേരെ ന്യൂസിലേക്ക് കിടക്കാം. കുറച്ച് ദിവസം മുന്നേ നിങ്ങളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഏകദേശം 6 മാസം മുന്നെയാണ്. ഞാനൊരു ചെറിയ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അതായത് ലഹരി കേസിൽ അകത്തായിട്ടുള്ളൊരു മകനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ ചെല്ലുകയാണ്. അതായത് ഈ മകനകത്ത് ലഹരി കേസ്, കഞ്ചാവ് കേസിൽ ജയിലിൽ കിടക്കുന്ന ആളാണ്. ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവൻ ഇതുപോലെ മാനസിക പ്രശ്നങ്ങളും പരിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അമ്മ അവിടെ കാണാൻ ചെല്ലുമ്പോൾ അപ്പോഴും ഈ അമ്മ പോകുന്നത് ഒരു കഞ്ചാവിൻ്റെ പൊതിയായിട്ടാണ്. സുഹൃത്തുക്കൾ കൊടുത്തയച്ചിട്ടുള്ള കഞ്ചാവിൻ്റെ പൊതിയും കൊണ്ട് സ്വന്തം മകനെ കാണാൻ പോകുന്ന ഒരു അമ്മ. അതും ഒരു അമ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് കാണുന്ന അമ്മമാരോട് ഞാൻ ചോദിക്കുന്നത് കേട്ടോ, എന്തായിരിക്കും ഇതിൻ്റെ നിങ്ങൾക്കാണോ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുക? ഞാൻ ജസ്റ്റ് ആ പഴയ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. പാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന മകന് കഞ്ചാവ് നൽകാനെത്തിയ അമ്മ തൃശൂർ വെയ്യൂരിൽ അറസ്റ്റിലായി. അമ്മയുടെ ബാഗിൽ നിന്ന് 80 ഗ്രാം കഞ്ചാവ് എക്സൈസ് സംഘം കണ്ടെടുത്തു. തിരുവനന്തപുരം കാട്ടക്കട സ്വദേശിയെ ഹരികൃഷ്ണൻ കാപ്പ ചുമത്തപ്പെട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അമ്മ ലത മകനെ കാണാനായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ വന്നിരുന്നു. മകന് കഞ്ചാവ് കൈമാറാനാണ് അമ്മയുടെ വരവെന്ന് എക്സൈസിന് അജ്ഞാത വിവരം കിട്ടി. അങ്ങനെയാണ് ലതയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ 80 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. അളവ് കുറവായതിനാൽ കൈയോടെ ജാമ്യം നൽകി. യെസ്, അപ്പോൾ ഇതും ഒരു അമ്മയാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു പഴയ ക്ലിപ്പും കൂടി പ്ലേ ചെയ്തു എന്നുള്ളൂ. കാരണം വെച്ചാൽ
സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇങ്ങനത്തെ ചർച്ചകൾ നടക്കുന്നത് കണ്ടു. അമ്മയുടെ മനസ്സ് അമ്മയ്ക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, ഇന്ന് ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്ത് ഇവൻ കൂസലില്ലാതെ നടന്നു. ഇതാണ് എല്ലാ ഒരു മാധ്യമങ്ങളുടെയും തലക്കെട്ട്, ഇതാണ് എല്ലാ ക്ലിപ്പിൻ്റെയും ടൈറ്റിൽ, ഇതാണ്. യാതൊരു കുറ്റബോധം ഇല്ലാതെ, യാതൊരു കൂസലില്ലാതെ സ്വന്തം കൂടപ്പുറപ്പിനെ, സ്വന്തം അനിയൻ, ആ കുഞ്ഞനുജനെ തലക്കടിച്ചിട്ട് ഇക്കാന്ന് വിളിച്ച് കരയുന്ന സമയത്തും തലക്കടിച്ച് കൊല്ലുന്ന, പിന്നെ ഉമ്മാനെ, സ്വന്തം ഉമ്മ, അവന് വേണ്ടിയിട്ടാണ് ഇത്രയധികം കടവും പ്രശ്നങ്ങളും നിൽക്കുന്ന സമയത്തും ഇവന് ബൈക്കും കാര്യങ്ങളും ഇവൻ്റെ എല്ലാവിധ ദൂർത്തിനും പരിപാടികൾക്കും സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നൊരു ഉപ്പ അവിടെ ഗൾഫിൽ ഇതൊന്നും അറിയാണ്ട് അവിടെ നടക്കുന്നുണ്ട്. അതായത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ഉമ്മ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും മക്കൾ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഭാര്യമാരും സ്ത്രീകൾ എന്ത് വെച്ചാൽ കഴിയുന്നതും ഗൾഫിലിരിക്കുന്ന ആളെ അറിയിക്കാതെ ഇവിടെ ഒതുക്കി തീർക്കാൻ നോക്കും. അതാണ് ഏറ്റവും വലിയ തെറ്റിട്ടോ. കാരണം എല്ലാം കഴിഞ്ഞ് നാട്ടിൽ ഈ അച്ഛൻ ഉപ്പ തിരിച്ചെത്തുന്ന സമയത്തൊക്കെ അറിയുള്ളൂ. അപ്പം അത്രയും മകനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൊരു ഉമ്മ അല്ലേ, അങ്ങനെയുള്ളൊരു ഉമ്മാനെയും പിന്നെ സ്വന്തം കൂടപ്പുറപ്പിനെയും അമ്മാവിനെയും എല്ലാവരെയും അടിച്ച് തലയ്ക്ക് ഒരു എന്താ പറയുക, തീരെ ദയ, ഒരു കണ്ണിച്ചോരല്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെറിയ വേർഡായിരിക്കും. അങ്ങനെ അടിച്ചു കൊന്ന് നടക്കുന്ന ഒരുത്തിന് എന്തെങ്കിലും ഒരു കൂസലുണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്തായാലും അവന്റെ തെളിവെടുപ്പിന്റെ ചെറിയൊരു പോർഷൻ ഞാൻ അവിടെ കാണിക്കാം. നോക്കി പുറത്തോട്ട് ഓടാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് ഞാൻ ഒരു ചെറിയ പിടി പിടിച്ചപ്പോഴേ വീണു. ഇവിടെ വീണു, എന്റെ കയ്യിലാണ് വീണത്. എന്നിട്ട് ആ പിട കണ്ടോണ്ടാണ് ഞാൻ പിന്നെയും ചുറ്റിയിലെടുത്ത് അടിച്ചത്. ഇവിടെ അടിച്ച് പിടിച്ച് കിടത്തിയല്ലോ. പിടിച്ച് കിടത്തി. എങ്ങനെ പിടിച്ച് ഇവിടെ ആദ്യം എടുത്ത് ഇവിടെ നഗത്തോട്ടാണ് ഇങ്ങനെ കിടത്തിയത്. മൊത്തത്തിലോ? ഇവിടെ ഇങ്ങനെ എടുത്ത് ആദ്യം ഇതാണ് മൂപ്പര് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. അതിനിടയ്ക്ക് 2 ദിവസം മുന്നേ ഒരു ചെറിയൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവന് ചിക്കനൊക്കെ വേണം. ശരിക്കും ഇവൻ എന്തിനാ ഭക്ഷണം കൊടുക്കുന്നത്? ഇവൻ എന്തിനാ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നത്? പോലീസുകാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടൊക്കെയാണ് ഇവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ കേട്ടു. അതിൻ്റെ ബാക്കിലുള്ള ഒരു സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. 2 ദിവസം മുന്നേ നമ്മൾ ന്യൂസ് കണ്ടതാണ്. കോറിക്കെതിരെ സമരം ചെയ്തതിന് ഒരു പയ്യനെ പോലീസുകാർ 5-6 ആൾക്കാർ കൂടി പിടിച്ചു വലിച്ച് കൊണ്ടുപോയി ജീപ്പ് കയറ്റുന്നത് അല്ലേ. അതേ സ്ഥാനത്ത് ഇത്രയധികം ആൾക്കാരെ, സ്വന്തം കൂടപ്പുറപ്പിന് ഇവരെയൊക്കെ ഇത്രയധികം നിർദാക്ഷിണ്യം കൊന്നു തള്ളിയിട്ടുള്ള ഒരുത്തനെ, അവന് വെജിറ്റബിൾ കറി പറ്റില്ല, ചിക്കൻ കറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അത് വാങ്ങിച്ചു കൊടുക്കുന്ന പോലീസിൻ്റെ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം കൊടുക്കുന്നതിൻ്റെ പകുതി ഭക്ഷണം അല്ലെങ്കിൽ 1/3 ജീവൻ നിലനിർത്താനുള്ള മാത്രം കൊടുക്കണം. 90 കിലോ ഇട്ടുണ്ടവൻ, അവനൊരു 65-60 താഴത്തേക്ക് വരട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഭക്ഷണം കൊടുക്കരുത്, അവന് വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്. അപ്പോൾ ഭക്ഷണം തന്നെ കിട്ടാതെ ആവുന്ന സമയത്ത് എന്താ പറയുക, വേണ്ട സംഗതികൾ കിട്ടാതെ ആവുമ്പോൾ തന്നെ അതൊക്കെ അങ്ങോട്ട് മെരുങ്ങും. ആദ്യം സജിത ബീവി ആക്രമിക്കുന്നു. അതിനുശേഷം സജിത ബീവി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിറകെ എത്തിയ അഫാൻ വീണ്ടും കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക്കൊണ്ട് അവരെ അടിക്കുകയായിരുന്നു എന്നാണ് അഫാൻ ആ വീഡിയോ ദൃശ്യങ്ങളിൽ പറയുന്നത്. അതിനുശേഷം ഇവരെ 2 പേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം അഫാൻ ലത്തീഫിൻ്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് സിഗരറ്റ് വലിച്ചതിന് ശേഷമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ താക്കോലും കാറിൻ്റെ റിമോട്ടും ഒക്കെ എടുത്ത ശേഷമാണ് അഫാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ലത്തീഫിൻ്റെ ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ആരോ വിളിക്കുന്നുണ്ടായിരുന്നു. അതൊരു ശല്യമായത് കൊണ്ട് സമീപത്ത് വീട്ടിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയുള്ള ഒരു പ്രദേശത്ത് ആ ഒരു ഫോൺ ഉപേക്ഷിക്കുന്ന ഫോണും വീട്ടിൻ്റെ താക്കോലും ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്വന്തം പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ, അതുമാത്രമല്ല ആ വീട്ടിൽ ഏറ്റവും സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അഫാൻ എന്ന് പറയുന്നത്. 11 സഹോദരന്മാരുള്ള ഇതേ സഹോദരനാണ് അഫാൻ്റെ പിതാവ്. അതുകൊണ്ട് തന്നെ അഫാനോട് വളരെയധികം സ്നേഹവും ലാളനെ ആ കുടുംബത്തിനുണ്ടായിരുന്നു. ആ അഫാൻ തന്നെയാണ് അവരെ കൊലപ്പെടുത്തിയത്. ആ മൃതദേഹം അഫാൻ ചുറ്റിക്കൊണ്ട് അടിച്ചപ്പോൾ അവരുടെ കയ്യിലേക്കാണ് വീണത്. എന്നിട്ട് അഫാൻ അത് തൻ്റെ മടിയിൽ കിടത്തി അതിനുശേഷമാണ് തല തറയിൽ വെച്ചതെന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് വിവരിച്ചിരിക്കുന്നത്. എന്ത് ക്രൂരമാണ് എന്ന് ആലോചിക്കുന്നത്. അതായത് സ്വന്തം മകനെ പോലെ അവർ വളർത്തിയ ഒരു മകൻ അഫാൻ, 23 വയസ്സുകാരൻ, സ്വന്തം പിതാവിൻ്റെ സഹോദരനെയും അവരുടെ ഭാര്യയും. ഇന്നത്തെ തെളിവെടുപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളെ വീഡിയോ തുടങ്ങിയ സമയത്ത് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. ഈ വീഡിയോ കാണുന്ന അമ്മമാരോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു ഉത്തരം ദയവ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കേസ് ഇത്രയേ ഉള്ളൂ. ഉമ്മ ഇപ്പോഴും മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അവരിപ്പോഴും മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞത് തലയിൽ കട്ടിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് തലയിടിച്ചാണെന്നുള്ളത്. ആർക്കും മനസ്സിലാവുണ്ടാവും, എന്നാലും മനസ്സിലാവുന്ന അവർക്കും അറിയാം
എന്നിട്ടും അവരിപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അവർ മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ മകനോ ഉമ്മ കാരണമാണ് ഇത്രയധികം കടം ഉണ്ടായത്. അതിൻ്റെ പക ഇവനെല്ലാവരോടും പക, കടം ചോദിച്ച ആൾക്കാരോട് തിരിച്ചു വരുമെന്ന് ചോദിച്ച് പക, അതിന് വേണ്ടിയിട്ട് മുളക് പൊടി കയ്യിൽ കരുതിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മകനെ രക്ഷിക്കാൻ നടക്കുന്ന ഒരു ഉമ്മയും ആ ഉമ്മയോട് ഇത്ര അധികം പക വെച്ചിട്ട് ഉമ്മേനെ നേരെ തിരിച്ച് പറയുന്ന ഒരു മകനാണുള്ളത്. ഒരു പക്ഷെ ചിലപ്പോൾ ദൈവം ബാക്കി വെച്ചത്, കൊല്ലാതെ ദൈവം ബാക്കി ആ ഉമ്മാനെ വെച്ചത് ഒരു പക്ഷെ ചിലപ്പോൾ ഈ കേസിൽ വലിയൊരു വഴിത്തിരിവിന് വേണ്ടിയിട്ടായിരിക്കാം. ഒരു വലിയൊരു, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു രഹസ്യം ഈ ഒരു കേസിൽ വരാനുണ്ട് തോന്നുന്നുണ്ട്. കാരണം എന്താണ് ഇതിൻ്റെ മോട്ടീവ്, എന്ത് റീസൺ കൊണ്ടാണ് ഇത്രയധികം കൊലപാതകങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മളൊക്കെ സംശയിക്കണം. നമ്മളൊക്കെ തേടുന്ന ആ ഉത്തരമുണ്ടല്ലോ, ഒരു ട്വിസ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഉമ്മാൻ്റെ മൊഴിയിൽ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. അതാണ് എനിക്കെൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്, എനിക്കെൻ്റെ മനസ്സിൽ വരുന്ന ഫീലിംഗ്. അതിനായിരിക്കാം ചിലപ്പോൾ പടച്ചോൻ അവരെ മാത്രം, കാരണം ഇത്ര അധികം ഷോള് കൊണ്ട് കഴുത്തും മുറുക്കി ഇതാക്കി നിലത്ത് തറക്കി അടിച്ച് പിടിച്ച് ചോര പൊട്ടിച്ച് മരണത്തോട് കിടത്തി ഇത്രയും ആൾക്കാരെ കൊന്നവൻ തിരിച്ചു വരുമ്പോഴും അവർക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാവണം. ആ ചെക്കനെ അടിച്ച് കൊന്നതിന് ശേഷമാണ് തോന്നുന്നത് ഇവർക്ക് കണ്ണിന് അനക്കേണ്ടി തോന്നുന്നു. ഇവൻ വീണ്ടും പോയി അതിനെ അടിക്കുന്നു. ഇത്രയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടും ഷമി ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പടച്ചോൻ എന്തോ ഒരു സംഗതി അവരിലൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ പുറം ലോകത്തിന് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ ഇത് തിരിച്ച് എന്തോ ഒരു സംഗതി ഇതിലുണ്ട് എന്ന് എനിക്ക് എവിടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ എന്താണ് തോന്നുന്നത് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.